മധു റെസ്റ്റോറൻറ്റ് ഭയങ്കര ഫേമസ് ആണല്ലേ? നേരത്തെ കെഎമ്മിനടുത്താണ് ഇത് ഈ സ്ഥാപനം വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അന്ന് ആർക്കും അങ്ങനെ അറിയില്ലായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരു ചെറിയ റെസ്റ്റോറൻ്റ് ഉണ്ടെന്ന്. പുള്ളിക്കാരൻ പണ്ട് ഫിലിം ഫീൽഡിലായിരുന്നു. അപ്പോൾ നല്ലൊരു പാചകക്കാരനാണ് പുള്ളിക്കാരൻ. അത് പെട്ടെന്ന് ആണ് ഈ ഫുഡൊക്കെ പുള്ളി ഉണ്ടാക്കി തരുന്നത്. അപ്പോൾ ആദ്യം എൻ്റെ കൂട്ടുകാരാണ് പറഞ്ഞു തന്നത് ഇങ്ങനെ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട് മധു റെസ്റ്റോറൻറ്റിനായിട്ട്. വലിയ വലിയ ആൾക്കാരൊക്കെ വന്ന് ഫുഡ് കഴിച്ചിട്ട് പോകുമെന്ന് പറഞ്ഞ്, നടന്മാരൊക്കെ വരാറുണ്ട്, ആരും ഒന്നിനും ക്യൂ നിൽക്കേണ്ടി വരുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അത്രയ്ക്ക് ടേസ്റ്റ് ആയിരിക്കുമെന്ന് ചിന്തിച്ചു. അങ്ങനെ ഞാൻ നോക്കിയിടത്തുനിന്ന് ഈ കട കാണുന്നില്ല, ഒരു ബോർഡ് പോലും വെച്ചിട്ടില്ലേ. പിന്നെയാണ് മനസ്സിലായത് ചെറിയൊരു മുറിയാണെന്ന് മനസ്സിലായത്. അപ്പോൾ ചെന്നപ്പോൾ തന്നെ ഒരു 4-5 ടേബിളുണ്ട്, പക്ഷേ തിരക്കാണ്. അപ്പോൾ ഒരാൾ മാറി മാറി കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്ത് ഐറ്റം പറഞ്ഞാൽ അപ്പം തന്നെ ഉണ്ടാക്കി തരും. അപ്പം ഇങ്ങനെയൊക്കെ വലിയ ഫുൾ മീലാണ് തരുന്നത്. ഇവിടെ കാരണം ചെറിയ മീനും നല്ല സൈസിലാക്കി മീനൊക്കെ ഉള്ളത്. ഇപ്പോൾ വരാലാണെങ്കിലും കരിമീനൊക്കെ ആണെങ്കിലും വലിയ സൈസിലപ്പോൾ നല്ല സൈസായിരിക്കും, അപ്പോൾ തന്നെ ഉണ്ടാക്കി തരും. അപ്പോൾ ചെമ്മീനൊക്കെ ആണെങ്കിലും ഒരുപാട് ക്വാണ്ടിറ്റി ഉണ്ടാവും, നല്ല മുഴുത്ത ചെമ്മീനായിരിക്കും പൊടിമീനാണെങ്കിലും. ഇപ്പോൾ പുള്ളിക്കാരൻ വീട്ടിലേക്ക് ഷിഫ്റ്റ് ചേർത്തിൽ തന്നെ വീട് ഉണ്ട് പുള്ളി, അങ്ങോട്ട് തന്നെ ഇതെല്ലാം മാറ്റി. അപ്പോൾ ഇപ്പോൾ ഇന്ന് ചെന്നപ്പോൾ തിരക്ക് കുറവായിരുന്നു, അല്ലെങ്കിൽ നല്ല തിരക്കായിരിക്കും. ഇപ്പോൾ അവിടെ ഫുഡ് കൂടാതെ ഐസ്ക്രീമൊക്കെ ഉണ്ട്, പിന്നെ AC റൂമൊക്കെ ആയിട്ടുണ്ട്, ഒന്നെല്ലാം സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് വർക്കിംഗ് ഡേയ്സ് തിരക്ക് കുറവായിരുന്നു, ബാക്കിയുള്ള സമയം തിരക്കാരി ചെല്ലുമ്പോഴേ സീറ്റ് ഇടാൻ പാടായിരുന്നു. അപ്പോൾ ഞാനും വൈഫും ഉണ്ടായിരുന്നു, ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് പോന്നു. അപ്പോൾ ഞങ്ങൾ ചെന്നപ്പോൾ ആരും ഷൂട്ട് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു, മാറി നിന്നൊക്കെ ഷൂട്ട് ചെയ്തത്. പിന്നെ ഫാമിലിയായിട്ട് പോകാൻ പറ്റിയ സ്ഥലമാണ് കേട്ടോ, നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെടും. നമുക്ക് മനസ്സറിച്ച് കഴിക്കാം ആഹാരമൊക്കെ.